നമ്മൾ ചന്ദ്രനിൽ പോയി ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം ഭൂമിയിലെ സമുദ്രങ്ങളുടെ 95% ഇന്നും നമുക്ക് അന്യമാണ്. അവിടെ എന്തൊക്കെ ജീവികളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. 1997 പസഫിക് സമുദ്രത്തിൽ നടന്ന ഒരു സംഭവം ശാസ്ത്രജ്ഞരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. സമുദ്രത്തിനടിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട, ഇന്നും ഉറവിടം വ്യക്തമല്ലാത്ത ഒരു ശബ്ദം, ദ ബ്ലൂപ്പ്. അമേരിക്കൻ സമുദ്ര ഗവേഷണ ഏജൻസിയായ നോവ സമുദ്രത്തിനടിയിൽ സ്ഥാപിച്ചിരുന്ന ഹൈഡ്രോഫോണുകൾ വഴിയാണ് ഈ ശബ്ദം പിടിച്ചെടുത്തത്. സാധാരണ സമുദ്രത്തിലെ ശബ്ദങ്ങൾ കപ്പലുകളുടെയോ തിമിംഗലങ്ങളുടെയോ കുറച്ച് ദൂരം മാത്രമേ കേൾക്കൂ. പക്ഷേ ഈ ശബ്ദം 5000 കിലോമീറ്റർ അകലെ വരെ കേൾക്കാമായിരുന്നു. ഇത്രയും ഉച്ചത്തിൽ ഇത്രയും ദൂരത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആ ശബ്ദമുണ്ടാക്കിയ ഉറവിടം എത്ര വലുതായിരിക്കണം? അതൊരു ജീവിയായിരുന്നു. ശാസ്ത്രജ്ഞർ ആ ശബ്ദത്തെ വിശദമായി പരിശോധിച്ചു. അതൊരു ബോംബ് സ്ഫോടനമോ മുങ്ങിക്കപ്പലോ ആയിരുന്നില്ല. അതിൻ്റെ ഗ്രാഫ് പരിശോധിച്ചപ്പോൾ അതൊരു ഓർഗാനിക് സൗണ്ട്, അതായത് ഒരു ജീവി പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെയാണ് തോന്നിപ്പിച്ചത്. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന് പോലും ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ ശബ്ദമുണ്ടാക്കിയത് ഒരു ജീവിയാണെങ്കിൽ അതിന് നീലത്തിമിംഗലത്തിനേക്കാൾ 3 ഇരട്ടി വലിപ്പം, ഏകദേശം 250 അടി നീളം ഉണ്ടായിരിക്കണം. ഇതോടെ പല അഭ്യൂഹങ്ങളും പരന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമുക്കറിയാത്ത ഭീമൻ നീരാളികളുണ്ടോ? കഥകളിലെ സമുദ്ര രാക്ഷസനായ തുലു ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിലർ വിശ്വസിച്ചു. രസകരമായ കാര്യം, ഈ ശബ്ദം കേട്ട സ്ഥലം കഥയിൽ തുലുവിൻ്റെ നഗരം എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെ അടുത്തായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം നൽകി. അന്റാർട്ടിക്കയിലെ കൂറ്റൻ മഞ്ഞുമലകൾ പൊട്ടിപ്പിളരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണിതെന്ന് അവർ പറഞ്ഞു. മഞ്ഞുമലയുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് ശാസ്ത്രം ഈ ഫയൽ അടച്ചു. പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഓഡിയോ പ്രൊഫൈൽ ഒരു ജീവിയുടേതുപോലെ ഇരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഇന്നും പല ഗവേഷകരിലും സംശയമുണ്ടാക്കുന്നു. ആഴക്കടലിലെ ഇരുട്ടിൽ മനുഷ്യൻ ഇന്നുവരെ കാണാത്ത ഏതോ ഭീമൻ കണ്ണിമ ചിമ്മാതെ നമ്മൾ നോക്കുന്നുണ്ടോ? ദ ബ്ലൂപ്പ് ഒരു മഞ്ഞുമലയായിരുന്നോ? അതോ ഉണർന്നെഴുന്നേറ്റ ഒരു കടൽ രാക്ഷസനായിരുന്നോ?